എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% ഈ വർഷത്തെ വിജയശതമാനം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ SSLC പരീക്ഷാഫലം എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിലവിൽ റിസൾട്ട് വെബ്സൈറ്റിൽ വന്നിട്ടില്ല. 4 മണിയോടെ ഈ വർഷത്തെ SSLC പരീക്ഷാഫലം വിദ്യാർത്ഥികൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് results.kite.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി നിങ്ങൾ വ്യൂ റിസൾട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് ആ ഒരു ലിങ്ക് അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതുപോലെ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിലവിൽ ഇപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ ആ ഒരു റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സെറ്റിങ്സ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ലഭ്യമല്ല. അപ്പോൾ അത് ഏകദേശം ഒരു 4 മണിയോടെ ലഭ്യമാകും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് തന്നെ സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് നിങ്ങളുടെ റവന്യൂ ജില്ലയും അതുപോലെ തന്നെ ആ ഒരു റവന്യൂ ജില്ല സെലക്ട് ചെയ്യാനായിട്ട് പറയും. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറയും. അതായത് എഡ്യൂക്കേഷണൽ ജില്ല ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പറയും. അതായത് ഒരു ജില്ലയിൽ തന്നെ, അതായത് ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിൽ തന്നെ 2, 3 അല്ലെങ്കിൽ 4 ഒക്കെ ഈ ഒരു എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് ഉണ്ടാവും. അതായത് വിദ്യാഭ്യാസ ജില്ല ഉണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസ ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളുടെ ലിസ്റ്റും കാണാൻ സാധിക്കും. അതിൽ മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് തന്നെ ആദ്യം തന്നെ ആ സ്കൂൾ നെയിം അതുപോലെ തന്നെ ഏതൊക്കെയാണ് ആ ഒരു കറക്റ്റായിട്ട് നൽകിയിട്ടുള്ളതെന്ന് നൽകിയിട്ടുണ്ടാകും. അതിൽ സ്കൂളിൻ്റെ നമ്പർ, അതായത് സ്കൂളിൻ്റെ ആ ഒരു നമ്പർ, നിങ്ങൾ ആ സ്കൂളിൻ്റെ കോഡ് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഏതാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നേരെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ വരിക. അതായത് results.kite.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം റിസൾട്ട് വന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ റിസൾട്ട് അനാലിസിസ് അല്ലെങ്കിൽ സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സ്കൂളിലെ SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ആ ഒരു ഗ്രേഡ് ഡീറ്റെയിൽസുകളും അതുപോലെ തന്നെ അവരുടെ ജസ്റ്റ് പേരും രജിസ്റ്റർ നമ്പറും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.